തൃശൂർ നഗരത്തിലെ സ്വകാര്യ ലോഡ്ജിൽ യുവതിയെ പ്രസവത്തിനിടെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെളിയന്നൂരിലുള്ള ലോഡ്ജിലാണ് സംഭവം. മരിച്ചത് തൃപ്രയാർ ഇടമുട്ടം സ്വദേശി ജ്യോതി. 27-നാണ് ഹോട്ടലിൽ മുറിയെടുത്ത്. വിവരങ്ങളുമായി സാരംഗ് ചേരുകയാണ്. സാരംഗ്, വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ യുവതിയോടൊപ്പം ഭർത്താവ് കൂടെ എത്തിയിരുന്നു. എന്താണ് സംഭവിച്ചത്? എന്താണ് ഈ ലോഡ്ജ് ഉടമകൾ പറയുന്നത്? അതോടൊപ്പം തന്നെ അന്വേഷണം ആരംഭിച്ചോ പോലീസ്? സിജു, അല്പം സമയം മുൻപാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത്. തൃശ്ശൂർ നഗരമധ്യത്തിലാണ് സംഭവം. വെളിയന്നൂർ റോഡിലുള്ള നിയറസ്റ്റ് ലോഡ്ജ് എന്ന് പറയുന്ന ലോഡ്ജിലാണ് ഇത്തരത്തിലൊരു സംഭവം. ഒരു മരിച്ചത് തൃപ്രയാർ എടമുട്ടം സ്വദേശി ജ്യോതി എന്നാണ്. ഇന്ന് ഈ മുറി, അതായത് ഇവർ കഴിഞ്ഞ 27-നാണ് ഇത്തരത്തിൽ ഈ ഹോട്ടലിൽ താമസത്തിനായിട്ട് എത്തിയത്. അതിനുശേഷം ഇന്ന് ഈ വാതിൽ തുറക്കാതായതോടുകൂടി ഈ ലോഡ്ജിൻ്റെ അധികൃതരാണ് ഇത്തരത്തിൽ ഈ പരിശോധനയ്ക്കായിട്ട് ഈ മുറിയിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് ഇത്തരത്തിൽ ഈ ഡോറ് തുറക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ഉടനെ തന്നെ ഈ ലോഡ്ജിൻ്റെ അധികൃതർ ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അതിനുശേഷം തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് എത്തിയാണ് ഈ ഡോറ് തല്ലി പൊളിച്ച് അല്ലെങ്കിൽ തകർത്ത് അകത്ത് കിടക്കുന്നത്. അപ്പോഴാണ് ഈ യുവതിയുടെ കൂടെ ഒരു കുഞ്ഞും, അതായത് പ്രസവിച്ച നിലയിൽ ഒരു കുഞ്ഞും ഈ യുവതിയും മരിച്ച നിലയിൽ കിടക്കുന്നത് മുറിയിൽ കണ്ടെത്തിയത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ഓട്ടോ ഡ്രൈവറെ, അതായത് ഈ യുവതിയെ ഇത്തരത്തിൽ ഈ ലോഡ്ജ് മുറിയിലേക്ക് എത്തിച്ച് മുറിയെടുക്കാൻ സഹായം ചെയ്ത ഈ ഓട്ടോ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അതായത് അയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ നൽകിയിരിക്കുന്ന മൊഴി ഇങ്ങനെയാണ്: ഈ യുവതിയെ മുറിയെടുക്കാൻ സഹായിച്ചിരുന്നു, പിന്നീട് ഇന്ന് ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല, തനിക്ക് അതല്ലാതെ മറ്റൊന്നും അറിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ യുവതിക്ക് വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് മരുന്ന് വാങ്ങി നൽകി എന്നുള്ളൊരു മൊഴി കൂടിയാണ് ഇയാൾ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ യുവതി വിവാഹമോചിതയാണെന്നാണ് ജീവനക്കാരും നൽകുന്നത്. അതോടൊപ്പം തൃപ്രയാർ സ്വദേശിയാണ് പേര് ഈ തൃപ്രയാർ സ്വദേശി തന്നെയാണ് പേര് ജ്യോതി എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വന്നിട്ടുണ്ട്. തീർച്ചയായും സിജു, അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വന്നിട്ടുണ്ട്. തൃപ്രയാർ സ്വദേശിയാണ്, ജ്യോതി എന്നാണ് പേര്. ഇതെല്ലാം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഓട്ടോ ഡ്രൈവറുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ സ്ഥിരീകരണം വന്നിട്ടില്ല. അയാളെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു മൊഴി നൽകിയത്. യുവതിയെ ഈ ലോഡ്ജിലെത്തി മുറിയെടുക്കാൻ സഹായിച്ചിരുന്നു, പിന്നീട് വയറുവേദന അനുഭവപ്പെട്ടപ്പോൾ യുവതിക്ക് മരുന്ന് വാങ്ങി നൽകുകയും ചെയ്തു, തുടർന്ന് ഇന്ന് ഫോണിൽ വിളിച്ചിട്ട് യുവതിയെ കിട്ടിയില്ല എന്നുള്ളൊരു മൊഴിയാണ് ഈ ഓട്ടോ ഡ്രൈവർ എന്തായാലും പോലീസിനോട് നൽകിയിരിക്കുന്ന മൊഴി. അതിനുശേഷം തന്നെ അയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ യുവതി ഈ ഓട്ടോ ഡ്രൈവർക്കെതിരെ മുൻപ് പരാതി നൽകിയിരുന്നു. അതായത് ഒരു പീഡന പരാതിയാണ്. അങ്ങനെ ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. 2024 തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു യുവതിയുടെ പരാതി. ഓട്ടോ ഡ്രൈവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് കൃത്യമായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഈ ഓട്ടോ ഡ്രൈവറും ഈ യുവതിയും തമ്മിൽ എന്ത് ബന്ധമായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി എന്തായാലും തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ അയാൾ പ്രാഥമികമായിട്ട് പോലീസിനോട് നൽകിയിരിക്കുന്ന വിവരം ഇങ്ങനെയാണ്: പരിചയമുണ്ട്, മുറിയെടുക്കാൻ സഹായിച്ചു, മറ്റൊന്നും തനിക്കറിയില്ല, വയറുവേദന വന്നതിനെ തുടർന്ന് മരുന്ന് വാങ്ങിക്കൊടുത്തു എന്നുള്ള മൊഴി മാത്രമാണ് ഈ ഓട്ടോ ഡ്രൈവർ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അത് എങ്ങനെ ലഭിച്ചു എന്നുള്ള കാര്യം കൂടി വ്യക്തമായിട്ടില്ല. എന്തായാലും ഇതൊക്കെ സംബന്ധിച്ച് അയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാരംഗയെ ശനിയാഴ്ച റൂം എടുക്കുന്നു, അതിനുശേഷം ഇന്ന് ചൊവ്വാഴ്ച, ഇന്നാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ 4 ദിവസങ്ങളിലും ഈ ഓട്ടോ ഡ്രൈവർ യുവതിയെ ലോഡ്ജിലെത്തി സന്ദർശിച്ചിരുന്നോ? ഇടയ്ക്ക് മരുന്ന് വാങ്ങി കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ശരിയാണോ അത്? തീർച്ചയായിട്ടും. അതായത് ഈ 4 ദിവസത്തിനിടെ ഈ ഓട്ടോ ഡ്രൈവർ ലോഡ്ജിലെത്തി ഈ യുവതിയെ കണ്ടു എന്നുള്ളതിന് ഇപ്പോൾ ഉറപ്പില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വിവരം ലഭ്യമായിട്ടില്ല. ഒരു പക്ഷേ അന്ന് ഈ ലോഡ്ജിൽ റൂം എടുക്കാനായിട്ട് വന്ന സമയത്തായിരിക്കണം ഇത്തരത്തിൽ യുവതിക്ക് വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് മരുന്ന് വാങ്ങിക്കൊടുത്തത് എന്നാണ് പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നത്. അതിനുശേഷം പിന്നീട് ഇയാളെ ഇവിടെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. തുടർന്ന് ഇയാൾ തന്നെ പറയുന്നുണ്ട്, പോലീസിന് മൊഴി നൽകിയത് ഇന്ന് രാവിലെ ഈ യുവതിയെ വിളിച്ചിരുന്നു, വിവരങ്ങൾ അറിയാൻ
ഞാൻ വിളിച്ചിരുന്നപ്പോൾ കിട്ടിയില്ല, മൊബൈൽ ഫോണിൽ കിട്ടിയില്ല എന്നാണ് പറയുന്നത്. മറ്റൊന്നും തനിക്ക് അറിയില്ല, എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ തനിക്ക് അറിയില്ല എന്നുള്ള മൊഴിയാണ് ഈ ഓട്ടോ ഡ്രൈവർ എന്തായാലും പോലീസിന് നൽകിയിരിക്കുന്നത്. ഈ യുവതിയുമായി ഈ ഓട്ടോ ഡ്രൈവർക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഫോൺ നമ്പർ ഉണ്ടായിരുന്നു കയ്യിൽ, മരുന്ന് വാങ്ങാൻ പറഞ്ഞപ്പോൾ മരുന്ന് വാങ്ങി കൊടുത്തു. മാത്രമല്ല, നേരത്തെ സാരംഗ് പറഞ്ഞ ഒരു കാര്യം, 2024 ഇതേ ഓട്ടോ ഡ്രൈവർ ഈ കുട്ടിയെ, ഈ വനിതയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ, ആ വിവരങ്ങൾ എങ്ങനെയാണ് പുറത്തു വരുന്നത്? അത് പോലീസ് പങ്കുവച്ചതാണോ? തീർച്ചയായും സിജു, അങ്ങനെ തന്നെയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു വിവരം ലഭിക്കുന്നത്. അത് ഈ യുവതി വിവാഹമോചിതയാണ്, കഴിഞ്ഞ ഏറെ നാളായി തനിച്ചാണ് താമസിക്കുന്നത്. അപ്പം എന്തായാലും ഈ ഓട്ടോ ഡ്രൈവറുമായിട്ട് ബന്ധമില്ലാതെ, അതായത് യാതൊരുവിധ പരിചയമില്ലാത്ത ഒരു യുവതിയെ ഈ ലോഡ്ജിലേക്ക് കൊണ്ടുവരികയും പിന്നീട് കൊണ്ടുവരിക മാത്രമല്ല ആ റൂം എടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം അവർ തമ്മിൽ ഉണ്ടായിരുന്നിരിക്കണം. പിന്നീട് ഈ യുവതിക്ക് വയറുവേദന വന്നപ്പോൾ മരുന്ന് വാങ്ങി നൽകി എന്നൊക്കെ പറയുന്നത് എന്തായാലും വളരെ അടുത്ത ബന്ധമുള്ളത് കൊണ്ട് തന്നെയായിരിക്കണം. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംശയം ഇപ്പോഴും നിഴലിച്ച് നിൽക്കുന്നത്. എന്തായാലും ഈ ഓട്ടോ ഡ്രൈവറെ പിടികൂടിയിട്ടുള്ള ഓട്ടോ ഡ്രൈവറെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കും പോലീസ് കടക്കുകയാണ്. 2024 ഇത്തരത്തിൽ ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള വിവരം കൂടിയാണ് പുറത്ത് വന്നിട്ടുള്ളത്. സിജു, ഈ തൃശ്ശൂരിൽ ആൾത്തിരക്കുള്ള സ്ഥലത്ത് തന്നെയാണ് ലോഡ്ജ് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിലൂടെ അടക്കം മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും സിജു, തൃശ്ശൂർ നഗരമധ്യത്തിൽ തന്നെയാണ്, അതായത് KSRTC സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള ഒരു ജംഗ്ഷനാണ് വെളിയന്നൂർ റോഡ്. ഈ വെളിയന്നൂർ റോഡിൽ അധികം വലിയ രീതിയിൽ ആൾത്തിരക്കുള്ള ഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ലോഡ്ജാണ് ഉള്ളത്. നിരവധി ആളുകൾ നിത്യേന വന്ന് റൂമെടുക്കുന്ന താമസിക്കുന്ന ഒരു ലോഡ്ജ് തന്നെയാണിത്. എന്തായാലും ഈ തിരക്കുള്ള ലോഡ്ജിൽ തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവം. 4 ദിവസത്തോളം ഈ യുവതി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല. പിന്നീട് ഈ ലോഡ്ജിന്റെ അധികൃതർ ഇത്തരത്തിൽ റൂം ക്ലീൻ ചെയ്യാനോ മറ്റോ അല്ലെങ്കിൽ പരിശോധിക്കാനോ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ വാതിൽ പൂർണ്ണമായിട്ടും അകത്തു നിന്ന് കുറ്റിയിട്ട നിലയിൽ അടഞ്ഞു കിടക്കുന്നത്. ഉടനെ തന്നെ സംശയം തോന്നിയ ഈ അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഈസ്റ്റ് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തി ഈ വാതിൽ തള്ളി തുറന്ന് ഇത്തരത്തിൽ യുവതിയെയും കുട്ടിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള മറ്റ് നടപടികൾക്കായിട്ട് മാറ്റിക്കഴിഞ്ഞു. ഈ ഓട്ടോ ഡ്രൈവറെ വിശദമായിട്ട് ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളുടെ മൊഴി പോലീസ് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ല. കാരണം ഇയാൾ പറയുന്നത് യാതൊരുവിധ ബന്ധവും ഇല്ല എന്നാണ്. അങ്ങനെ യാതൊരുവിധ ബന്ധവും ഇല്ലെങ്കിൽ പിന്നെന്തിനാണ് ലോഡ്ജിൽ മുറിയെടുക്കാൻ സഹായിച്ചതും മരുന്ന് വാങ്ങിക്കൊടുത്തതും പിന്നീട് മൊബൈൽ ഫോണിൽ വിളിച്ചതും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ പെൺകുട്ടിയുടെ മൊബൈലിന്റെ നമ്പർ എങ്ങനെ ഇയാൾക്ക് ലഭിച്ചു എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ അയാളുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. അതെന്തായാലും പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിജു.